നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഒരു സന്തോഷകരമായ വാർത്ത വന്നിരിക്കുന്നു. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തുകൊണ്ട് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഔദ്യോഗികമായ അറിയിപ്പല്ല, അത് കാന്തപുരത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും നിമിഷപ്രിയയുടെ മകളും ഭർത്താവും യമനിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും അവരോട് നന്ദി പറയാനാണ് അവർ പോയിരിക്കുന്നത്. കോടതി ഇടപെട്ട് ആണ് ഇനി ബാക്കി കാര്യങ്ങൾ എന്നത്തേക്കാണ് മോചനമുണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിലാണ് നമുക്കറിയാൻ കഴിയുക. തലാലിൻ്റെ കുടുംബം അനുകൂലമായ ഒരു മറുപടി നൽകിയത് കൊണ്ടാണ് കോടതിക്ക് അങ്ങനെ ഒരു നിലപാട് എടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും 10 വർഷമായി മകൾ അമ്മയെ കണ്ടിട്ട് അത് അമ്മയെ കാണാനുള്ള ആഗ്രഹവുമായിട്ടാണ് മകൾ പോയിരിക്കുന്നത്. ഒരു വീഡിയോ വഴി മെസ്സേജ് കോടതിക്കും അതുപോലെ തന്നെ തലാലിൻ്റെ കുടുംബത്തിനുമൊക്കെയായി അയച്ചിരിക്കുന്നത്. Your Excellency, the world is watching, waiting for this incredible, wonderful gesture you are doing, and therefore you will be honored. സന ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു. നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് പൂർണ്ണമായി റദ്ദ് ചെയ്തതെന്നും സനായിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായതെന്നുമാണ് വിവരം. അതേസമയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷൈഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്നും പുറത്തുവരുന്ന വിവരം. വധശിക്ഷ റദ്ദാക്കിയ ശേഷമുള്ള മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനായി ധാരണയായി. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവച്ചിരുന്നു. രണ്ടാം ഘട്ട ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന നയതന്ത്ര പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്ന് കാന്തപുരം ആവശ്യപ്പെട്ടിരുന്നു. വധശിക്ഷ റദ്ദാക്കി എന്നതിനുപരി എന്ന് നിമിഷപ്രിയയെ മോചിപ്പിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അത്തരം തീരുമാനങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.